കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലാലേട്ടന്റെ എമ്പുരാൻ സിനിമയാണ് നമ്മുടെ കേരളത്തിൽ ഒരു ചൂടുപിടിച്ച ചർച്ചാ വിഷയമായി തുടരുന്നത്. നമുക്കറിയാം, മലയാളത്തിന്റെ KGF വരുന്നു എന്ന രീതിയിലായിരുന്നു ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് വരെയുള്ള ചർച്ചകളെല്ലാം. അത് നമ്മളെല്ലാവരും കണ്ടിരുന്നതുമാണ്. എന്നാൽ സിനിമ ഇറങ്ങിയതിനു ശേഷം ചിത്രത്തിലെ ചില രംഗങ്ങളാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത്. കൂടാതെ ചിത്രത്തിനെതിരെ സംഘപരിവാർ രംഗത്തെത്തുകയും വിവാദം ശക്തമാകുകയും ചെയ്തതോടെ മാപ്പ് പറഞ്ഞ് നമ്മുടെ സാക്ഷാൽ ലാലേട്ടനും രംഗത്തെത്തുകയുണ്ടായി. ഒപ്പം വിവാദമായ രംഗങ്ങൾ ചിത്രത്തിൽ നിന്നും കട്ട് ചെയ്യുമെന്നും നമ്മുടെ ലാലേട്ടൻ അറിയിച്ചിരുന്നു. അത്തരത്തിൽ കട്ട് ചെയ്തതിനു ശേഷമുള്ള എമ്പുരാനാണ് നമുക്ക് ഇന്നു മുതൽ തിയേറ്ററുകളിൽ കാണാനാവുക എന്നതാണ് വിവരം. എന്നാൽ ലാലേട്ടന്റെ ഈ പ്രകടനം പുറത്തു വന്നതും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു സൈഡിൽ മറ്റൊരു സംഭവവും ചർച്ചയാകുന്നുണ്ട്. നമുക്കറിയാം, ഇളയ ദളപതി വിജയ് നായകനായ മെർസൽ എന്ന ചിത്രം കാണാത്തവർ ഒരുപക്ഷെ ചുരുക്കമായിരിക്കും. ബോക്സ് ഓഫീസിൽ കോടികൾ കൊയ്ത ചിത്രമായിരുന്നു ആറ്റ്ലി സംവിധാനം ചെയ്ത മെർസൽ. 2017 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഈ ചിത്രം പറഞ്ഞൊരു കാര്യം മെഡിക്കൽ രംഗത്ത് നടക്കുന്ന ക്രമക്കേടുകളെ പറ്റിയായിരുന്നു. ചിത്രത്തിലെ ഒരു രംഗത്തിൽ ഇന്ത്യയിൽ ഓക്സിജന്റെ ലഭ്യത കുറവ് കൊണ്ട് കുട്ടികൾ മരണപ്പെടുന്ന സംഭവവും മരുന്നുകൾക്ക് അമിത GST ചുമത്തുന്നതിനെ പറ്റിയും ചിത്രം കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ചിത്രത്തിലെ ഒരു രംഗത്തിൽ ഇന്ത്യയിൽ ഓക്സിജന്റെ ലഭ്യത കുറവ് കൊണ്ട് കുട്ടികൾ മരണപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മരുന്നുകൾക്ക് അമിത GST ചുമത്തുന്നതിനെ പറ്റിയും വിജയുടെ കഥാപാത്രം ചിത്രത്തിൽ സംസാരിക്കുന്നുണ്ട്. ഇതിലെല്ലാത്തിലും ഉപരി അമ്പലത്തേക്കാൾ ആശുപത്രികളാണ് നമ്മുടെ നാട്ടിൽ ആവശ്യമെന്നും വിജയുടെ കഥാപാത്രം ശക്തമായി തന്നെ ചിത്രത്തിൽ പറയുന്നുമുണ്ട്. അന്ന് വലിയ വിവാദമായിരുന്നു ഈ രംഗങ്ങൾ ഉണ്ടാക്കിയത്. അന്ന് വരെ വിജയ് എന്ന് മാത്രം അറിയപ്പെട്ടുന്ന നമുക്കറിയാം, ഇളയ ദളപതി വിജയ് എന്ന് പറയാറുണ്ട്, അണ്ണൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നല്ലൊരു രീതിയിലാണ് അദ്ദേഹത്തെ ആരാധകരും എല്ലാ പേരും കൊണ്ടാടിയിരുന്നത്. എന്നാൽ അന്ന് വരെ വിജയ് എന്ന് അറിയപ്പെടുന്ന താരത്തിന്റെ മുഴുവൻ പേര് ജോസഫ് വിജയ് ആണെന്നും ക്രിസ്ത്യൻ തീവ്രവാദിയാണെന്നുമാണ് ചിലർ ആരോപിച്ചത്. ഇന്ന് ലാലേട്ടനും രാജുവേട്ടനും നേരിടുന്ന ഒരു വിമർശനമില്ലേ, അതുപോലെ അന്ന് വിജയ്ക്കെതിരെ വ്യക്തിപരമായ പല ആക്രമണങ്ങളും ഉണ്ടായിരുന്നു. GST പറ്റി പറയുന്ന ഭാഗങ്ങൾ നീക്കം ചെയ്യണമെന്നായിരുന്നു അന്ന് പ്രധാനമായും ഉയർന്നു വന്ന ആവശ്യം. എന്നാൽ ഈ സംഭവം വിവാദമായിട്ടും ഇന്നത്തെ പോലെ ആയിരുന്നില്ല അന്ന് നടന്നത്. അണിയറ പ്രവർത്തകർ അത് നീക്കം ചെയ്തില്ല എന്ന് മാത്രമല്ല, സംഭവത്തിൽ വിജയ് ഒരിക്കലും മാപ്പ് പറഞ്ഞിട്ടുമില്ല. നമ്മുടെ ലാലേട്ടൻ മാപ്പ് പറഞ്ഞു, വിജയ് മാപ്പ് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ വിവാദങ്ങൾക്കിടയിൽ മെർസലിലെ മീശ പിരിക്കുന്ന ഒരു രംഗം തന്റെ പ്രൊഫൈൽ പിക്ചർ ആക്കിയായിരുന്നു വിജയ് പ്രതികരിച്ചത്. ഫേസ്ബുക്കിലാണ് അദ്ദേഹം പ്രൊഫൈൽ പിക്ചർ ആക്കി ഈ ചിത്രം ഇട്ടത്. ഇതാണ് ഇപ്പോൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന ഒരു സംഭവം. സംഘപരിവാറിന് മുന്നിൽ മുട്ടുമടക്കാത്ത ദളപതിയും മുട്ടിലിഴയുന്ന മോഹൻലാൽ, ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പരക്കെയുള്ള ചർച്ചകൾ പോകുന്നത്. കൂടാതെ ഇന്നു മുതൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് കട്ട് ചെയ്തതിനു ശേഷമുള്ള എമ്പുരാനാണ്. ചിത്രത്തിനെതിരെ വ്യാപക വിമർശനം ഒരു സൈഡിൽ ഉയരുമ്പോഴും ചിലർ ചിത്രത്തെ പിന്തുണച്ചും എത്തുന്നുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈവയ്ക്കരുതെന്നാണ് ഇവരുടെയൊക്കെ അഭിപ്രായം. ഇതിനിടയിൽ എമ്പുരാൻ വിവാദം പാർലമെന്റിലും ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് CPM. സഭാ നടപടികൾ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് CPM MPമാരുടെ ആവശ്യം. എന്നാൽ ഇതിന് കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ എന്നും ഇനി എന്തെല്ലാം കടും വെട്ടുകളാണ് നമ്മുടെ എമ്പുരാനുമേൽ വരുന്നതെന്നും അറിയാൻ കാത്തിരുന്നു തന്നെ കാണണം.